ഹലോ കൂട്ടുകാരെ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ജമാലിനെയാണ്. ഈ ജമാൽ ആരാണെന്നല്ലേ, ദേ ഈ കാണുന്ന മനുഷ്യൻ തന്നെയാണ് ജമാല്. ഇങ്ങേർക്ക് ഒരു പിരിയല്ല, ഒരു ഒന്നൊന്നര പിരി ലൂസാണ്. അങ്ങേരുടെ വെകിളി പിടിച്ച കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങേരുടെ ലൈഫ് എങ്ങനെയാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് മിഡീവിയൽ വേൾഡ് എന്ന് പറയുന്ന ഒരു തീം പാർക്കിലാണ്. ഇപ്പൊ അങ്ങേര് അവിടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ മിഡീവിയൽ വേൾഡിനെതിരായിട്ട് കാസിൽ വേൾഡ് എന്ന് പറയുന്ന പുതിയൊരു തീം പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും ആരും വരാറില്ല. ഇപ്പോ അവരുടെ ബോസ് ആയിട്ടുള്ള മിസ്സിസ് ബോസ്റ്റഡ് അവിടേക്ക് വന്നിട്ട് എല്ലാ എംപ്ലോയീസിനോടും നമ്മൾ കുറച്ചുകൂടി അലേർട്ട് ആയിരിക്കണം, നമ്മൾ കുറച്ചുകൂടി നന്നായി പണിയെടുക്കണം എന്ന് പറയുമ്പോൾ ഒന്ന് പെണ്ണുമ്പിള്ള എന്നാണ് നമ്മുടെ ജമാല് പറയുന്നത്. ജമാലിന് അവിടെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. കാരണം ഒരു ഒന്നര പിരി ലൂസ് ആണല്ലോ. അങ്ങനെ ഇവൻ പോയിട്ട് അവന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നമുക്ക് എമർജൻസി ലീവ് ഒന്നും തരുന്നില്ലല്ലോ, ആ തള്ളച്ച് ഒരുപാട് പൈസ ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചേക്കുവാന്ന്. ആ സമയത്ത് ഇവർ അവിടെ നിന്ന് ഒരു കിടങ്ങിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് തിളക്കം കാണുകയാണ്. ജമാൽ ആ സാധനം എടുക്കാൻ പോയപ്പോഴേക്ക് അവൻ ആ കിടങ്ങിലേക്ക് മറിഞ്ഞങ്ങോട്ട് വീണു. അവൻ അതിനുള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ തോന്നുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നമ്മൾ കാണുന്നത് ജമാൽ ഇപ്പോ ഒരു പുഴയിൽ നിന്നിങ്ങനെ കര കയറി വരുന്നുണ്ട്. അവനിങ്ങനെ വന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഭ്രാന്തനെ പോലുള്ള മനുഷ്യന്റെ കാലുകൾ കാണുകയാണ്. അങ്ങേര് ഒന്ന് അടിച്ചു നനച്ച് കുളിച്ചിട്ട് ഒരു വർഷമെങ്കിലും ആയി കാണും, അത്രയ്ക്ക് വൃത്തികേടായിരിക്കുന്നു. നിങ്ങൾ ശരിക്കും മരിച്ചു പോകേണ്ടതാ മനുഷ്യ എന്നൊക്കെ ജമാല് പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങേര് അവിടെ മറിഞ്ഞു വീഴുകയാണ്. സത്യം പറഞ്ഞ ജമാൽ അയാൾ മരിച്ചു എന്ന് കരുതുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ ലക്ക് കെട്ട് വീണതായിരുന്നു. അങ്ങനെ അങ്ങേരെ പിന്നെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങൾ എവിടെയാ താമസിക്കുന്നതെന്ന് ജമാൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ഭ്രാന്തനെ പോലുള്ള മനുഷ്യനാണെങ്കിൽ പച്ച ഇറച്ചി ജമാലിന് കഴിക്കാൻ കൊടുത്തപ്പോ, നിങ്ങൾ ഇവിടെ ഒന്നല്ലേ താമസിക്കുന്നത്, ഇതിന് കുറച്ച് മസാലയൊക്കെ പെരട്ടിയിട്ട് കുക്ക് ചെയ്തുണ്ടാക്കണമെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്ത് സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജമാൽ ആ കാട്ടിലൂടെ നടന്നു പോകുന്നതിനിടയ്ക്ക് കുതിരപ്പുറത്ത് വരുന്ന കുറച്ചു പേര് ഇവനെ തട്ടിയിട്ട് പോയി. തൊട്ടപ്പുറത്ത് കാസിൽ കാണുകയാണ്. അവൻ വിചാരിച്ചു കാസിൽ വേൾഡുകാർ നടത്തുന്ന ഒരു ചെറിയ നാടകമായിരിക്കുമെന്ന്. എന്നിട്ട് അവിടെയുള്ള ഭടന്മാരോട് പോയിട്ട് ജമാൽ പറയുന്നുണ്ട്, ഞാൻ വരുന്നത് നോർമണ്ടിയിൽ നിന്നാണെന്ന്. അവൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് നോർമണ്ടി. പക്ഷെ ഈ ഭടന്മാർ അത് കേട്ടപ്പോൾ തന്നെ അവനെ അകത്തോട്ട് കടത്തിവിട്ട് രാജാവിനെ പോയി കാണാനായി പറയുകയാണ്. എന്താ സംഭവം എന്ന് കരുതിയാൽ, ഇവൻ ആ കിടങ്ങിലേക്ക് വീണില്ലേ, അവൻ അപ്പൊ പാസ്റ്റിലേക്ക് വന്നതാണ്. ഈ മണ്ടൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാസിൽ വേൾഡുകാർ നടത്തുന്ന ആ തീം പാർക്കുകാർ നടത്തുന്ന എന്തോ നാടകമാണ് ഈ നടക്കുന്നതെന്നാണ് ജമാൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അവനൊരു പെണ്ണിനെ കാണുന്നുണ്ട്. അവളുടെ പേര് വിക്ടോറിയ എന്നാണ്. ഇവിടുത്തെ രാജകുമാരിയുടെ തോഴിയാണ് അവള്. എന്നാൽ ജമാൽ ആണെങ്കിൽ അവളെ ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ പോയി വർത്താനം പറയുന്ന സമയത്താണ് നേരത്തെ കുതിരപ്പുറത്ത് വന്ന ആ മഹാനിലെ, അവന്റെ പേര് പെർസീവൽ എന്നാണ്. ഇവിടുത്തെ സേനാ നായകനാണ് ഈ പുള്ളി. അവനിങ്ങനെ പെമ്പിള്ളേരെ ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ട ജമാൽ അവനോട് താൻ എന്താടോ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ജമാലിനെ ദേഷ്യപ്പെട്ട് വർത്താനം പറയുകയാണ്. അതിനുശേഷം അപ്പോഴേക്ക് നമ്മുടെ രാജാവിന്റെ അടുക്കലുള്ള മന്ത്രി പോയിട്ട് ജമാലിനെ വിളിച്ചുകൊണ്ട് വന്ന് രാജാവിന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അന്നേരം രാജാവാണെങ്കിൽ നോർമണ്ടിയിൽ നിന്നുള്ള പുതിയ വിശേഷം എന്താണ്, നിങ്ങൾ സന്ദേശവാഹകനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ജമാലിന് എന്ത് സന്ദേശവാഹകനാ? അവൻ പറയുന്നുണ്ട്, അവിടെ ഇപ്പൊ എന്താ, അവിടെ ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണെന്ന്. അതിനുശേഷം മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞപ്പോ, ഓ അവിടുത്തെ രാജാവ് ഇവിടേക്ക് വ്യാഴാഴ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മൾ കാണുന്നത് ജമാലുമായിട്ട് അകത്തേക്ക് പോകുന്ന ആ ഒരു മന്ത്രിയാണ്. ആ സമയത്ത് ജമാലിനൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടി. അവിടുത്തെ ബാത്റൂമിലാണെങ്കിൽ വെറും വൈക്കോലും അതുപോലെ ഒരു കുഴിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവനത് ശരിക്ക് ഇങ്ങനെ ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവിടെയാണെങ്കിൽ ആരുടെയോ തല വെട്ടുന്നു എന്ന് മന്ത്രി പറയുന്നത്. അത് ലൈവായി കാണാനായി ജമാൽ പോകുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളുടെ തല വെട്ടിയപ്പോഴാണ് ഇവിടെ നടക്കുന്നത് ഒരു നാടകമൊന്നുമല്ല എന്ന് ജമാലിന് മനസ്സിലാവുന്നത്. അവൻ അവിടെ ഇത് കണ്ട് തല കറങ്ങി വീണു. പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനൊരു റൂമിലാണ്. അവനെ പരിചരിക്കാനായിട്ട് നമ്മുടെ വിക്ടോറിയയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവളോട് അവൻ ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കില്ലേ എന്ന്. എന്നാൽ വിക്ടോറിയ ആണെങ്കിൽ പോലീസോ, അങ്ങനെ ഒരാളെ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ജമാലിന് വിക്ടോറിയയിൽ നിന്ന് മനസ്സിലാവുന്നത് അവനിപ്പോ എത്രയോ വർഷം പുറകിലാണ് ഉള്ളതെന്ന്. അങ്ങനെ വിക്ടോറിയ അവനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴുത്തിൽ ഞാനൊരു മാല കണ്ടല്ലോ, എന്റെ കഴുത്തിലും അങ്ങനെയൊരു മാലയുണ്ട്. ഇവിടുത്തെ രാജാവ് ശരിക്കുമുള്ള രാജ്ഞിയെ എവിടെ നിന്ന് മാറ്റി അവിടെ എവിടെയോ കൊണ്ടുപോയി
കൊണ്ടുപോയി ഒളിപ്പിച്ചു. എന്നിട്ട് രാജാവായി മാറിയിരിക്കുകയാണ്. ഈ മാല ധരിച്ചവരെല്ലാം ആ രാജ്ഞിക്ക് വേണ്ടി ഇവിടെ പണി ചെയ്യുന്നവരാണ്. ഈ രാജാവിനെ ഭരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന്. ആ സമയത്ത് രാജാവിന്റെ മന്ത്രി വന്ന് ജമാലിനെ വിളിച്ചോണ്ട് പോവുകയാണ്. അവനെന്തോ രാജാവിനോട് എപ്പോഴും കുതിര സവാരി നടത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ ജമാലിന് കുതിര സവാരി അറിയുന്നുണ്ടായിരുന്നില്ല. കുതിര അവനെയും എടുത്തോണ്ട് പോവുകയായിരുന്നു. ഇത് കണ്ട് രാജാവും അവിടെ കൂടി നിന്ന് എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ ജമാലിന് അത്ര വലിയ ചിരിയൊന്നും വരുന്നില്ല. അവന്റെ ജീവൻ മരണ പോരാട്ടമാണ്. പിന്നീട് ഈ കുതിരയാണെങ്കിൽ അവനിങ്ങനെ ഓടിച്ചിടുന്നുണ്ട്. പക്ഷെ ആ കുതിരയ്ക്ക് അവനോട് എന്തോ ഇഷ്ടമുള്ളത് പോലെയായിരുന്നു. ഇതൊക്കെ കണ്ട് രാജാവ് ഒരുപാട് നാളുകൾക്ക് ശേഷം പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വിക്ടോറിയയുടെ അടുത്തേക്ക് ജമാല് പോയപ്പോഴാണ് അവന്റെ ദേഹത്ത് മുഴുവൻ അട്ടകൾ കയറി പിടിച്ചിരിക്കുവാണെന്ന് അവന് മനസ്സിലാകുന്നത്. പിന്നെയും ഈ മന്ത്രി വന്നിട്ട് ജമാലിനെ വിളിക്കുന്നുണ്ട്. രാജാവിന് അവന്റെ കൂടെ എന്തോ പാർട്ടിക്ക് നടക്കണമെന്ന്. അങ്ങനെ പാർട്ടിക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഈ രാജാവ്, നോർമണ്ടിയിലെ ആൾക്കാരൊക്കെ ഭയങ്കര വ്യത്യസ്തവരാണല്ലോ, നിങ്ങളുടെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഇനി നോർമണ്ടിയിലെ ഡാൻസ് എങ്ങനെയാണ്, അതെനിക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാമോ എന്ന് രാജാവ് ചോദിച്ചു. അത് കേട്ട ജമാൽ ആണെങ്കിൽ വൈ നോട്ട്, ഞാൻ പോയിട്ട് കാണിച്ചു തരാലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുവാണ്. പക്ഷേ അവിടുത്തെ ഈ ഒരു ഓർക്കസ്ട്രക്കാരാണെങ്കിൽ തോം 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 ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് അവന് കളിക്കാൻ പറ്റുന്നില്ല. അന്നേരം അവൻ ഓർക്കസ്ട്ര ചേട്ടന്മാരോട് പോയിട്ട് പറഞ്ഞു, മരണവീട്ടിലെ ട്യൂണ് വായിക്കാതെ കുറച്ചൊക്കെ ഒന്ന് ബാസ്റ്റ് വിട്ടുള്ള സംഭവം ഒരു DJ ഫോമൊക്കെ ആക്കി വായിക്കുന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് റിതമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വട്ടം ഫ്ലോപ്പായി പോയെങ്കിലും പിന്നീട് ജമാൽ ഇട്ട ആ ഒരു റിതത്തിൽ ആ ഓർക്കസ്ട്ര ചേട്ടന്മാര് വായിക്കാനായി തുടങ്ങി. അതോടെ അവിടെ ഉണ്ടായിരുന്ന കാണികളും എല്ലാവരും ചേർന്ന് ജമാലിന്റെ കൂടെ ഡാൻസ് കളിക്കുവാണ്. ശരിക്കും ഒരു DJ പാർട്ടി പോലെ ആ ഒരു ബാങ്കറ്റ് മാറ്റാനായിട്ട് ജമാലിന് സാധിച്ചു. അവസാനം രാജാവ് വരെ ജമാലിന്റെ കൂടെ ഡാൻസ് കളിക്കാനായി വരികയാണ്. ആ സമയത്ത് വിക്ടോറിയയ്ക്കാണെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർക്കും രാജാവിനെ കൊല്ലണം എന്നാണല്ലോ. ഈ ഒരു അവസരത്തിൽ തന്നെ വിക്ടോറിയ അവളുടെ കൂടെയുള്ള ആളുകൾക്ക് കത്തി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടുത്തെ പ്രിൻസസ് ആയിട്ടുള്ള റെജലിനാണെങ്കിൽ ജമാലിനോട് ഇഷ്ടം തോന്നി. അവളാണെങ്കിൽ ഇവനെ കിസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അത് കണ്ട പെർസീവൽ, ഇവിടുത്തെ രാജകുമാരിയെ നശിപ്പിക്കാൻ നീ നോക്കിയല്ലേ എന്ന് ചോദിച്ച് ജമാലിനെ ഓടിച്ചിട്ട് ഇടിക്കാൻ പോകുന്നുണ്ട്. ജമാൽ ആണെങ്കിൽ ഓടി സ്റ്റെയറിന്റെ മുകളിലോട്ട് കയറി. ഈ സമയത്ത് വിക്ടോറിയയുടെ ആൾക്കാരാണെങ്കിൽ രാജാവിനെ കൊല്ലാനായിട്ട് വന്നതും അബദ്ധത്തിൽ ജമാല് പോയിട്ട് രാജാവിന്റെ അടുക്കലേക്ക് വീണതും അവർക്ക് രാജാവിനെ കൊല്ലാനും സാധിച്ചില്ല. എല്ലാവരും കൂടി ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്തു. വിക്ടോറിയയുടെ കൂടെയുള്ള ആൾക്കാരെ ആണെങ്കിൽ ഇപ്പോൾ തുറങ്കലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ രാജാവാണെങ്കിൽ ജമാലിനെ സ്വന്തം അംഗരക്ഷകനായിട്ട് ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പെർസീവിയലിന്റെ ആ ഒരു ജോലി മാറ്റിവെക്കാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ രാജാവിന്റെ മകൾക്കാണെങ്കിൽ ജമാലിനോട് ഭയങ്കരമായിട്ട് പ്രേമമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ജമാലാണെങ്കിൽ അവന്റെ കീഴിലുള്ള ആൾക്കാർക്ക് പുതിയ യൂണിഫോം ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ ഒരു ലോഗോ ഒക്കെ തയ്പ്പിച്ച ഒരു ജേഴ്സി പോലുള്ള യൂണിഫോം ഒക്കെ റെഡിയാക്കി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പരിശീലനം ആരംഭിക്കുവാണെന്നൊക്കെ പറയുന്നുണ്ട്. പെർസീവലിനാണെങ്കിൽ ജമാലിനോട് കടുത്ത ദേഷ്യമായിരുന്നു. അങ്ങനെ അവന്റെ അടുത്ത് പോയിട്ട് ഇവൻ ചെക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ചെസ്സിൽ നിന്നെ ഓരോ ചെക്കും ഞാൻ വെക്കുന്നത് നിന്റെ ലൈഫിൽ ഞാൻ ഒരിടയ്ക്ക് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് പെർസീവൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. ജമാലിന് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഇവനാണെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഒരു പുതിയ കള്ളനെ കണ്ടു. എന്നാൽ ജമാൽ പരസ്യമായിട്ട് കള്ളനെ കൊണ്ട് രാജാവിനോട് മാപ്പ് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഞാനിവിടെ പിടിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജാവിനോട് മാപ്പൊക്കെ പറയിച്ചു. രാജാവ് പോയ ശേഷം അവൻ കട്ടെടുത്ത സ്വർണ്ണ നാണയം മുഴുവനായിട്ട് കള്ളന് കൊടുത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി ജമാലിനാണെങ്കിൽ കൂടെ കിടക്കാനായിട്ട് പെണ്ണുങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് രാജാവ് പറയുന്നുണ്ട്. അവിടേക്ക് വന്നത് വിക്ടോറിയ ആയിരുന്നു. വിക്ടോറിയ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ എങ്ങനെയെങ്കിലും നിൽക്കണമെന്നാണ്. അന്നേരം ജമാൽ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലുള്ള ഒരാളല്ല ഞാൻ, ശരിക്ക് നിങ്ങൾ കരുതിയതുപോലെ ഞാൻ രാജ്ഞിയുടെ ആളൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട വിക്ടോറിയ ആണെങ്കിൽ സോറി, എല്ലാ സത്യങ്ങളും നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞു പോയി, ഇതാരോടും പറയരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജമാലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയാണെങ്കിൽ ജമാലിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. അവൻ കരുതിയത് വിക്ടോറിയ ആണെന്നാണ്. പിറ്റേ ദിവസം രാവിലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. നോർമണ്ടിയിലെ യഥാർത്ഥ സന്ദേശവാഹകൻ അവിടേക്ക് വന്നു. അങ്ങനെ ജമാൽ ശരിക്കും വ്യാജനാണെന്ന് ഇവർക്ക് മനസ്സിലായി. പോരാത്തതിന് രാജകുമാരിയെ ജമാലിന്റെ കൂടെ കണ്ടതും ജമാലിനെ പിടിച്ച് ഈ രാജാവാണെങ്കിൽ തുറങ്കലിൽ അടയ്ക്കുകയും ചെയ്തു. അവന്റെ കാരണം അന്ന് തുറങ്കലിൽ പെട്ടുപോയ ആ 2 പേരിൽ നിന്ന് ജമാൽ അങ്ങനെ രാജ്ഞിയുടെ കാര്യവും ഇപ്പോ ബ്ലാക്ക് നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം കാര്യങ്ങളെല്ലാം നടന്നേനെ എന്നൊക്കെ അറിയുന്നുണ്ട്. അതാരാണ് ഈ ബ്ലാക്ക് നൈറ്റ് എന്ന് ജമാൽ ചോദിക്കുകയാണ്. അവൻ ശരിക്കും നീതിക്ക് വേണ്ടി പോരാടുന്നവനാണെന്നൊക്കെ നമ്മുടെ ജമാലിനോട് അവർ പറഞ്ഞു. ഇന്നാണ് ജമാലിന്റെ തല വെട്ടുന്ന ദിവസം. അവൻ അവിടേക്ക് ചെന്നപാട് പറയുന്നുണ്ട്, ഞാനൊരു മന്ത്രവാദിയാണ്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ എന്നെ വെറുതെ വിട്ടോ എന്ന്. പക്ഷെ ആരും തന്നെ അത് വിശ്വസിച്ചില്ല. ആ സമയത്ത് തല വെട്ടാൻ നിൽക്കുന്ന ആ ആളില്ലേ,
അവന്റെ വായിലാണെങ്കിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കുടുങ്ങി. പക്ഷേ അത് കണ്ടു നിന്ന എല്ലാവരും വിചാരിച്ചത് ഈ മന്ത്രവാദി എന്തോ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്ന്. അങ്ങനെ ജമാൽ എഴുന്നേറ്റിട്ട് അയാളെ ഒന്ന് കുടഞ്ഞപ്പോൾ ആ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം വെളിയിലോട്ട് വീണു. അപ്പോൾ ശരിക്കും കാണികളാണെങ്കിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവൻ എന്തോ മന്ത്രശക്തി ഉണ്ടെന്നാണ്. പെട്ടെന്ന് ഇവിടുത്തെ ഈ ഒരു വിപ്ലവക്കാരാണെങ്കിൽ ഇവിടെയുള്ള ഫുൾ തീയിടുകയാണ്. ആ സമയത്ത് ജമാലാണിത് ചെയ്തതെന്ന് എല്ലാവരും വിചാരിച്ചു. പെട്ടെന്ന് അവിടെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഭൂമിയായിട്ട് മാറി. ജമാലിനെ കൊണ്ടുപോകാനായിട്ട് നോൾട്ട് എന്നു പേരുള്ള ഒരാൾ വന്നു. ഇയാളാണ് നമ്മൾ സിനിമയുടെ ആദ്യം കണ്ട ആ പ്രാന്തനെ പോലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെ പിടിക്കാനായിട്ട് പെർസീവലിന്റെ ആൾക്കാരും ഇവിടേക്ക് പോകുന്നുണ്ട്. ജമാലിനെ വിക്ടോറിയയും നോൾട്ടും എല്ലാവരും കൊണ്ടുപോയത് ഉൾക്കാടിലേക്കായിരുന്നു. അവിടെ ഇതുപോലെ ഒരുപാട് വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. അതായത് രാജാവ് വ്യാജനാണെന്നറിയാവുന്ന, യഥാർത്ഥ രാജ്ഞി എവിടെ ഉണ്ടെന്നറിയാവുന്ന ആൾക്കാർ. എന്നിട്ട് ആ രാജ്ഞി ഇവരാണെങ്കിൽ ഇപ്പൊ അധികാരത്തിലേക്ക് കയറ്റാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിക്ടോറിയ ആണെങ്കിൽ ജമാലിനോട് നല്ല രീതി ദേഷ്യം പിടിച്ചിരിക്കുവാണ്. രാജ്ഞിയുടെ കൂടെയല്ലേ നിങ്ങളുടെ താമസം, ആ രാജകുമാരി എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ വിക്ടോറിയ ചോദിച്ചപ്പോൾ അത് ശരിക്കും അബദ്ധമായിരുന്നു എന്ന് ജമാൽ പറയുന്നുണ്ട്. എന്നാൽ വിക്ടോറിയ ആണെങ്കിൽ നിങ്ങൾ എന്ത് വേണേ ചെയ്യും, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അവനോട് വഴക്കടിക്കുകയാണ്. നിങ്ങൾ നോൾട്ടെ ശ്രദ്ധിച്ചോ, നോൾട്ട എന്ന് പറയുന്നത് രാജ്ഞിയുടെ അംഗരക്ഷകനാണെന്നും വിക്ടോറിയ പറഞ്ഞു കൊടുത്തു. ഈ നോൾട്ട ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെർസീവലിന്റെ ആൾക്കാർ വന്നിട്ട് അവനെ പിടിക്കുന്നുണ്ട്. എന്നാൽ ജമാൽ ആണെങ്കിൽ അവൻ ഇവിടേക്ക് കയറി വന്ന ആ ഒരു നദി കണ്ട് തിരിച്ചു പോകാമല്ലോ എന്ന് ഓർത്തിരിക്കുകയാണ്. നോൾട്ടയ്ക്കാണെങ്കിൽ കുടിച്ചു ഭ്രാന്തായിരിക്കുവാണ്. ഇപ്പൊ ചാണകത്തിൽ വീണിട്ടുള്ള കള്ള് കുപ്പി എടുക്കാനായിട്ട് നോൾട്ടെ ശ്രമിക്കുന്നത് കണ്ട് ജമാൽ അവിടേക്ക് ചെല്ലുകയും എന്നിട്ട് ഇതൊന്നും എടുക്കരുത്, നിങ്ങൾ ശരിക്ക് ഒരു അടിപൊളി ഫൈറ്റർ ആണെന്നല്ലേ ഞാൻ കേട്ടത്, അതുകൊണ്ട് ഇവരെയൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ജമാലിന്റെ ഈ ഒരു കാലഘട്ടത്തിലെ ഫൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെയുള്ളവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവൻ ബോക്സിംഗ് ഒക്കെ വെച്ച് അവരെ കീഴ്പ്പെടുത്തി. ഇത് കണ്ട നോൾട്ടയാണെങ്കിൽ ഇവൻ ഭയങ്കര എന്തോ വാരിയർ ആണെന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ വിപ്ലവകാരികൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ പെർസീവിയലിന്റെ ആളുകൾ നമ്മുടെ വിക്ടോറിയയെ പിടിച്ചോണ്ട് പോയത് ഇവർ അറിയുന്നുണ്ട്. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തീർപ്പാക്കിയേ മതിയാകൂ. ആ സമയത്ത് ഈ വിപ്ലവകാരികളുടെ ഇടയിലുള്ള ഒരു ലേഡി ഫ്രണ്ടിലോട്ട് വന്നു. അവരായിരുന്നു ശരിക്കും രാജ്ഞി എന്ന് പറയുന്നത്. അവരെ ആരും ഒളിപ്പിച്ച് വെച്ചതായിരുന്നില്ല, ഇവർ തനിയെ ഒളിവിലേക്ക് വന്നതായിരുന്നു. എന്നിട്ട് ഇംഗ്ലണ്ട് എന്തായാലും ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയാണ് ഇവരെന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെയുള്ള വിപ്ലവകാരികളെ മുഴുവനായിട്ട് പോരാളികളായി മാറ്റാനായിട്ട് ഒരു അടിപൊളി പ്രസംഗം കാഴ്ചവെക്കാൻ പറഞ്ഞപ്പോൾ ഈ രാജ്ഞിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെയാണ്. കാര്യം രാജ്ഞിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ജമാൽ അങ്ങനെ തട്ടയിലേക്ക് കയറി. പക്ഷെ ഇവനെ കണ്ടപ്പോ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. എന്നാൽ ജമാൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലണ്ട് നേടിയെടുക്കണ്ടേ, ഈ രാജ്ഞിയെ അധികാരത്തിലേക്ക് കയറ്റണ്ടേ, നിങ്ങൾക്ക് നിങ്ങളുടെ കുതിരയെ വേണ്ടേ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണ്ടേ, അതിനെല്ലാമായിട്ട് നിങ്ങൾ പോരാടണം. ആരാണ് ഇംഗ്ലണ്ടിന് വേണ്ടി പോരാടാൻ തയ്യാറായിട്ടുള്ളവരെന്ന് ബാഹുബലി ചോദിക്കുന്ന പോലെ നമ്മുടെ ജമാൽ ചോദിച്ചപ്പോൾ എല്ലാവരും ഞങ്ങളുണ്ട് എന്ന് പറയുകയാണ്. പിന്നീടായിരുന്നു അവിടെ കഥ നടക്കുന്നത്. ജമാലിന്റെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, അതായത് പ്രസന്റിലുള്ള കുറെ ഫൈറ്റിംഗ് ഫോംസും അതുപോലെ ബോക്സിങ് അത്തരത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ ആ പോരാളികൾക്കായിട്ട് ജമാൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്നു, അതുകൊണ്ട് തന്നെ ജയിക്കാൻ എളുപ്പവുമായിരുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് നോൾട്ടയ്ക്കാണെങ്കിൽ ജമാൽ പോയിട്ട് അവന്റെ ഷൂ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്താൽ പൊങ്ങാത്ത സാധനമൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രി വിക്ടോറിയയെ നമ്മുടെ ജമാൽ സ്വപ്നം കാണുന്നുണ്ട്. അന്ന് രാത്രി അവൻ അവിടെ നിന്ന് എവിടെന്നൊക്കെയോ എഴുന്നേറ്റ് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പിറ്റേ ദിവസം ഈ വിപ്ലവകാരികൾ മുഴുവനായിട്ട് രാജാവിന്റെ കോട്ടയിലേക്ക് ചെന്നിരിക്കുകയാണ്. നോൾട്ട ആയിരുന്നു ഇവരുടെ ലീഡർ എന്ന് പറയുന്നത്. പെർസീവൽ അവിടെ ഒരുപാട് ആളുകളെ അപ്പോഴേക്ക് സഖ്യം ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കിടിലൻ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. ജമാൽ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇവരിങ്ങനെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ബ്ലാക്ക് നൈറ്റ് അവിടേക്ക് വരുന്നത്. ബ്ലാക്ക് നൈറ്റിനെ കണ്ട എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. കാരണം ബ്ലാക്ക് നൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആരും വേണ്ട, അവൻ ഒറ്റയ്ക്ക് മതി ഈ ഒരു ടീമിനെ ജയിപ്പിക്കാനായിട്ട്. പക്ഷെ അപ്പോഴായിരുന്നു ഈ ബ്ലാക്ക് നൈറ്റ് ആയി വന്നത് ജമാലാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അതോടെ ആ ഒരു ടീം അവിടെ നിന്ന് പോയി കേട്ടോ. പിന്നീട് ജമാലും ഇവരുടെ കൂടെ കൂടുകയാണ്. ആളിച്ചിരി മന്ദബുദ്ധിയാണെങ്കിലും ഇപ്പൊ എന്തോ ശകലം ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പോരാളികളെ മുഴുവനായിട്ട് ജയിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങേര്. ആ സമയത്ത് പെർസീവൽ ആണെങ്കിൽ ഇവിടുത്തെ രാജാവിനെ എടുത്തൊരു കിടങ്ങിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അവനും അധികാരമായിരുന്നു ആവശ്യം. അതിനുശേഷമാണെങ്കിൽ നോൾട്ടയുടെ നെഞ്ചത്തേക്ക് അവനാണെങ്കിൽ ഒരു അമ്പെടുത്ത് എറിയുന്നതും കാണുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ജമാൽ ആണെങ്കിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ വിക്ടോറിയയുമായിട്ട് ആ ഒരു പെർസീവൽ നിൽക്കുന്നു. അത് കണ്ട ജമാൽ ഓടി അവളെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് വിക്ടോറിയയുടെ കഴുത്തിൽ ഒരു ചെറിയ മുറിവ്
പെർസീവലാക്കി. അത് കണ്ട ജമാലിനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജമാലാണെങ്കിൽ പെർസീവലിനെ നല്ല രീതിയിൽ ഇടിച്ച് അവസാനം ഇവന് ഗോൾഫും ബാസ്കറ്റ് ബോളും ബേസ്ബോളും ഒക്കെ അറിയാം. ആ ഒരു രീതിയിൽ കൈ ചലിപ്പിച്ച് വാള് വെച്ച് പെർസീവലിനെ അവിടേക്ക് ഒരു ഒറ്റ തട്ടിന് തെറിപ്പിച്ച് വീഴ്ത്തി. അതിനുശേഷമാണെങ്കിൽ വിക്ടോറിയയുടെ അടുത്തേക്ക് പോയിട്ട് അവളുടെ മുറിവിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഇങ്ങനെ നിർത്താനായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെർസീവൽ പിന്നെയും എഴുന്നേറ്റ് വന്ന് എനിക്കുള്ളത് ഇങ്ങ് തന്നേക്ക് എന്ന് പറയുന്ന പോലെ വരികയാണ്. അപ്പോഴാണ് ഇവന്റെ പിറകിൽ ഒരു അമ്പ് വന്ന് തട്ടിയത്. അത് മറ്റാരും ആയിരുന്നില്ല, നോൾട്ടയായിരുന്നു. ഇങ്ങേരെ എത്ര കുത്തിയാലും ചാവില്ല. അദ്ദേഹത്തിന്റെ നെഞ്ചത്തുള്ള ആ ഒരു അമ്പെടുത്തിട്ടാണ് പെർസീവലിന്റെ മണ്ടയ്ക്ക് ഇദ്ദേഹം എറിഞ്ഞത്. അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശരിയായി. രാജാവും പോയി, പെർസീവലും പോയി. ഇനി രാജ്ഞിക്ക് സുഖമായിട്ട് അധികാരത്തിൽ കയറാം. അടുത്ത സീനിലാണെങ്കിൽ വിക്ടോറിയയോട് ജമാലാണെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് രാജ്ഞി ജമാലിനോട് വന്ന് നിങ്ങളെ എനിക്കൊന്ന് ആദരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാരിയർ ആണെന്നും പറഞ്ഞ് അവനൊരു വലിയ വാള് ഈ രാജ്ഞി സമ്മാനമായി കൊടുക്കുകയാണ്. അവനത് കണ്ണടച്ച് സ്വീകരിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ അവനാണെങ്കിൽ ഉള്ളത് മിഡീവിയൽ വേൾഡ് തീം പാർക്കിലാണ്. സത്യം പറഞ്ഞ ഇതെല്ലാം അവൻ കണ്ട സ്വപ്നം പോലെയായിരുന്നു. അവൻ വിക്ടോറിയ എവിടെയെന്ന് അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. എന്ത് വിക്ടോറിയ, നീ ഇതുവരെ മുങ്ങിച്ചാവുമായിരുന്നു എന്നാണ് ഫ്രണ്ട് പറയുന്നത്. ആ സമയത്ത് ഇവരുടെ ബോസ് അവിടേക്ക് വന്നപ്പോൾ അന്നേരം ജമാലിനെ ഇതുവരെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ധൈര്യം കൊണ്ട് അവൻ പറയുന്നുണ്ട്, ശരിക്ക് പേടിയില്ലാത്തടത്തല്ല ധൈര്യം എന്ന് പറയുന്നത്, പേടി അധികമാകുമ്പോൾ അത് മറികടക്കാനുള്ളതാണ് ധൈര്യം. അങ്ങനെ ഇവിടുത്തെ ഫോം തന്നെ നമ്മുടെ ജമാൽ മാറ്റി. 6 ആഴ്ചകൾക്ക് ശേഷം ഈ മിഡീവിയൽ വേൾഡ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് തീം പാർക്ക്. അന്നേരം അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അവളുടെ പേര് നിക്കി എന്നാണ്. പക്ഷെ അവളെ കാണാനായിട്ട് വിക്ടോറിയയുടെ അതേപോലെ ഉണ്ടായിരുന്നു. വിക്ടോറിയയുടെ കഴുത്തുള്ള ആ മുറിവും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ജമാൽ അവളോട് സംസാരിച്ചു. പക്ഷെ നമ്പർ കിട്ടിയില്ല. നമ്പർ വാങ്ങാൻ പോകുമ്പോഴേക്ക് അവൻ പിന്നെയും ആ കിടങ്ങിലേക്ക് വീണ് അവൻ പിന്നെയും പാസ്റ്റിലേക്ക് പോയി. പക്ഷെ ഇത്തവണ അവൻ എത്തിപ്പെടുന്നത് ഒരു സിംഹത്തിന്റെ കൂട്ടിലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അടിപൊളി കോമഡി സീനോട് കൂടിയിട്ടാണ് ബ്ലാക്ക് നൈറ്റ് എന്ന ഈ 2001 സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു സിനിമ ഭയങ്കര ഫണ്ണിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ മെസ്സേജ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ശരിക്കും എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ധൈര്യം അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ബലമാണ്. നമ്മൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. എന്നാൽ മാത്രമേ അത് നേടിയെടുക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് ധൈര്യം തരികയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് മറക്കരുത്. എന്നാൽ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.